എമ്പുരാൻ എന്ന് ഈ സിനിമയ്ക്ക് പേരിടുമ്പോൾ എംപറർ, തമ്പുരാൻ, ഈ 2 വാക്കുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെ ഭരിക്കേണ്ട ആള് എന്നുള്ള ഒരു വോയിസ് അതിൻ്റെ ബാക്കിൽ കിടക്കുന്നുണ്ട്. നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് നമ്മളെ ആര് ഭരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നോർമലി നമ്മുടെ രാജ്യത്ത് ആരാണ് നമ്മൾ ഭരിക്കേണ്ടത്, നരേന്ദ്രമോദി ഭരിക്കണോ, രാഹുൽ ഗാന്ധി ഭരിക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നു. അതിനകത്ത് മെജോറിറ്റി വിൻസ്. അപ്പോൾ ഒരാൾ ഭരണമേൽക്കുന്നു. ഇത് ഒരു രാജ്യത്തിന്റെ ഭരണം അങ്ങനെയാണ്. പക്ഷെ എന്നെ ഭരിക്കാനായിട്ട് എനിക്കൊരു ചോയ്സ് ഉണ്ട്. അതിന് വേറെ ആരും വോട്ട് ചെയ്യുന്നില്ല, ഞാൻ മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. എന്നെ ഭരിക്കേണ്ടത് ദൈവമാണോ ചെകുത്താനാണോ? ആ വോട്ടിംഗ് അവകാശവും അതിന്റെ ചോയ്സും അത് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് ദൈവം ഒരിക്കലും ഒരാളുടെ മേലും ഒന്നും ഇമ്പോസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളെ ആര് ഭരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം മാറുന്നതും മുന്നേറുന്നതും എല്ലാം. ഇപ്പം പിശാചിനെ നമുക്കറിയാം, നുണയനാണ്, നുണയൻ്റെ പിതാവാണെന്നൊക്കെ നമുക്കറിയാം. ദൈവം സത്യമാണ്, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പം സത്യം പറയുന്ന ദൈവത്തിന് നമുക്ക് വിശ്വസിക്കാം. അപ്പം ദൈവത്തിന് നമ്മുടെ ജീവിതം നമുക്ക് ഭരിക്കാനായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കാം. ദൈവം പരിപാലിക്കും, അൺലിമിറ്റഡ് ആയിട്ട് ഫോർഗീവ് ചെയ്യും. നമുക്ക് എന്തുകൊണ്ടും നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഈ സിനിമയുടെ അകത്ത് ദൈവത്തിന് തെറ്റുപറ്റിയാൽ ചെകുത്താൻ എടുത്തോട്ടെല്ലാം എങ്ങോട്ടാ പോകുന്നതെന്നൊരു സ്റ്റുപ്പിഡ് ചോദ്യം ചോദിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അട്ടർ സ്റ്റുപ്പിഡിറ്റി. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ വോയിസ് ഓഫ് ദ ഈവിൾ. വളരെ ആകർഷകമായ പ്ലോട്ടുകളാണ് ഡെവൽ എപ്പോഴും ഒരുക്കുന്നത് നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള കെണികൾ നമ്മൾക്ക് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി നമുക്ക് കിട്ടും. ഈ അപ്പൻ്റെ കൂടെ കൈപിടിച്ച് നടക്കുന്ന പിള്ളേരാണെങ്കിൽ അവൻ അടുക്കത്തില്ലല്ലോ. ഇല്ല, അപ്പനിൽ നിന്നും എങ്ങനെ അകറ്റാൻ പറ്റും അവൻ എല്ലാ ടെക്നിക്കും നോക്കും. ഒരു പിള്ളേർ പിടുത്തക്കാർ അങ്ങനെയാണല്ലോ. അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുന്ന പിള്ളേരെ പിടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അപ്പനിൽ നിന്നും എങ്ങനെ കുട്ടിയെ അകറ്റാം, അല്ലെങ്കിൽ എപ്പോഴാണ് അകന്ന് നിൽക്കുക, എപ്പോഴാണ് ഒറ്റയ്ക്കാവണെ നോക്കിയിരിക്കും. അതിൽ ഒറ്റയ്ക്കാക്കാൻ വേണ്ട കെണികൾ അവൻ എന്തെങ്കിലും ഒരു ഫോൺ കാണിച്ചു, അല്ലെങ്കിൽ മുട്ടായി കാണിച്ചു ഒക്കെ അത് കഴിയും. കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഏതെങ്കിലും പിഷാർ റാക്കറ്റിലോ എവിടെയെങ്കിലും റെഡ് സ്ട്രീറ്റിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതാണല്ലോ പിള്ളേർ പിടുത്തക്കാർ ചെയ്യുന്നത്. അതൊക്കെ തന്നെയാണ് പിശാചും ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികളൊക്കെ അവൻ പല മാധ്യമങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും എല്ലാം ഇവൻ പല രീതിയിലുള്ള പ്ലോട്ടുകളും പ്രലോഭനങ്ങളും ഒക്കെ വെച്ച് എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്നും നമ്മളെ എന്നിട്ട് ഒറ്റയ്ക്ക് കെട്ടി കഴിയുമ്പോഴത്തേന് ഇവൻ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അവൻ്റെ പ്ലോട്ടിൽ നമ്മൾ വീഴാതിരിക്കാൻ നോക്കുക. പിന്നെ ഈ എമ്പുരാൻ സിനിമയുടെ ട്രെയിലറിനകത്ത് പറയുന്നുണ്ടല്ലോ, എന്നെ പിന്തുടരുന്നവരാണ് എൻ്റെ മക്കൾ. നോൺസെൻസ് ആണ് ഇറക്കി വിടുന്നത്. അവനെ പിന്തുടരുന്നവര് അവൻ്റെ മക്കളല്ല ആകുന്നത്, അവൻ്റെ ഇരയാണാകുന്നത്. ഒരിക്കലും നമുക്ക് പിശാചിന്റെ മക്കളാവാൻ പറ്റില്ല, ആഗ്രഹിച്ചാലും പറ്റിയല്ല. ഇപ്പം ഈ ചലച്ചിത്രം എമ്പുരാൻ നിർമ്മിച്ചവരും ഡയറക്റ്റ് ചെയ്തവരും മോഹൻലാലും പൃഥ്വിരാജും മുരളിഗോപിയും ഇവരൊക്കെ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ റിയലൈസ് ചെയ്യുന്നില്ല ദാറ്റ് അവരുടെ തന്നെ അപ്പൻ്റെ എതിരെ അവരുടെ തന്നെ അപ്പന് അപവാദം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ അപ്പനെ കുറിച്ച് തന്നെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് അറിഞ്ഞാണെന്ന് ഒട്ടും വിശ്വസിക്കുന്നില്ല. ഡെവിളിൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ഹി വിൽ മേക്ക് യു ഫീൽ ദാറ്റ് ഹി ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ലോജിക്കൽ തിങ്കിങ് ഉള്ള ആൾക്കാരാണ്, ഇതാണെന്നൊക്കെ. ഒന്നുമല്ല. അവൻ ഈവിൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് വളരെ സൈലന്റ് ആയിട്ട് അവൻ ഓപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അറിഞ്ഞും അറിയാതെ നമുക്ക് നമ്മുടെ ചുറ്റിനും അറിയാമല്ലോ, സ്വന്തം മക്കൾ അപ്പനെതിരെ സംസാരിക്കുകയും അപ്പനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുപോലൊരു അവരറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ അവർ ചെയ്യുന്നത് ഇതാണ്. അതായത് അപ്പനെതിരെ അപ്പൻ ചിന്തിക്കാത്ത, അപ്പൻ ചെയ്യാത്ത തെറ്റുകൾ അക്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെവിൾ ഇങ്ങനെ സെൽഫ് മാർക്കറ്റിംഗ് ഭയങ്കരമായിട്ട് ചെയ്യും. ഡെവിൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആണെന്നും ദൈവം അത്യാവശ്യം ബോറിംഗ് പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കര കണ്ടീഷണലാണ്, നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം, അങ്ങനെ ദൈവത്തിന് അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ദൈവത്തിനെ പോർട്രേ ചെയ്തുകൊണ്ട് ഡെവിളിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ യങ് ആയിട്ടുള്ള ജനറേഷൻ ആകർഷിക്കാനായിട്ടുള്ള ഒരു ശ്രമം, ഒരു കെണി അവനുണ്ട്. ദൈവത്തിന് അത്രയും അൺകണ്ടീഷണലായിട്ട് ആരുമില്ലെന്നുള്ളതാണ് സത്യം. പ്രാർത്ഥിക്കുന്നത് എന്തുട്ടാ, നമ്മൾ ജ്യൂസ് കുടിക്കുന്ന പോലെയും പാല് കുടിക്കുന്ന പോലെയുള്ള ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് അതുകൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവിലേക്ക്, നമ്മൾ ആത്മാവിൽ നിൽക്കുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര പവർഫുൾ ആവും നമ്മൾ. അപ്പോൾ ചില സിറ്റുവേഷൻസ് മുമ്പിൽ വരുമ്പം നമ്മൾ ആ ശരീരത്തിൻ്റെതായ വീക്ക്നെസ്സുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു ലാഡറിൽ നമ്മൾ ആത്മാവിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ പവർഫുൾ ആവും. ആ സിറ്റുവേഷൻസിന് മുമ്പിൽ നമ്മൾ തളർന്നു പോകും.
പോകത്തില്ല, തകർന്നു പോകത്തില്ല, നമുക്ക് കൂടുതൽ വിവേകത്തോടെ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും അതാണ് ചെയ്യുന്നത്. അല്ലാതെ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനകളൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ശരിക്കും വേണ്ട നമ്മുടെ പാപങ്ങൾ മാത്രം മതി. ദൈവമെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ലവും അൾട്ടിമേറ്റ് മേഴ്സിയുമാണ്. ഏത് ചെളിക്കുണ്ടിൽ നമ്മൾ വീണാലും, ഇപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരായിരുന്ന സമയത്ത്, നമ്മൾ അപ്പിട്ട് വിലകി കിടന്ന സമയത്ത് നമ്മുടെ അമ്മ നമ്മൾ കുറ്റം പറഞ്ഞാൽ ഇല്ല, എത്രയും വേഗം കഴുകി വൃത്തിയാക്കി പുതിയ ഉടുപ്പിടിയിച്ചില്ലേ? ദൈവത്തിൻ്റെ സ്നേഹം അതിനേക്കാളല്ല എത്രയോ വലുതാണെന്നറിയോ? എത്ര വലിയ അഴുക്കിൽ നിങ്ങൾ കിടക്കണുണ്ടെങ്കിലും ദൈവം അതിനൊന്നും കുറ്റം പറയാൻ നിൽക്കണ ആളല്ല കേട്ടോ. അതിൻ്റെ പേര് നിങ്ങൾ ശിക്ഷിക്കാൻ നിൽക്കണ ആളല്ല. എത്രയും വേഗം നിങ്ങൾ വൃത്തിയാവണം, അതേ ഉള്ളൂ. അതിന് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അനുവാദം വേണം ദൈവത്തിന്. നമ്മുടെ വില്ലും നമ്മുടെ ചോയ്സും ഭയങ്കരമായിട്ട് ദൈവം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ദൈവത്തിന് വേറെ ഒന്നും നമ്മുടെ അടുത്തുനിന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ദൈവത്തിന് വേണ്ട. യു ഡോണ്ട് ഹാവ് ടു ബി ഡിഫറെൻറ്റ് ഫോർ ഗോഡ് ടു ലവ് യു. ദൈവത്തിന് നിന്നെ സ്നേഹിക്കാൻ നീ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഹി ലവ്സ് യു ദ വേ യു ആർ. നീ എങ്ങനെയാണോ, നീ ഏത് സിറ്റുവേഷനിലാണോ, നീ ഏത് അവസ്ഥയിലാണോ, ദൈവത്തിന് സ്നേഹം കൂടുകയും കുറയുകയും ചെയ്യില്ല. മനുഷ്യൻ്റെ പോലെ അല്ല ദൈവം. നമ്മളെല്ലാം കണ്ടീഷനല്ല. നമ്മുടെ അടുക്ക് നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് സ്നേഹം കൂടുതൽ, ഇഷ്ടം കൂടുതൽ, ചീത്ത ആൾക്കാർ സ്നേഹം കുറവ്, ഇഷ്ടം കുറവ്, അല്ലെ ചിലർ പണക്കാരുടെ സ്നേഹം കൂടുതൽ, പാവപ്പെട്ട സ്നേഹം കുറവ്, സൗന്ദര്യമുള്ളൊരു സ്നേഹം കൂടുതൽ, സൗന്ദര്യമില്ല. ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ദൈവം മനുഷ്യനെ ഒരേപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം ചില ആൾക്കാർക്ക് കൂടുതൽ കഴിവ് കൊടുത്തു, ചിലർക്ക് കൂടുതൽ പണം കൊടുത്തു, ചിലർക്ക് കഴിവല്ലേ ബുദ്ധി കുറവാണ്, ചിലർക്ക് ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. മരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പോലെ ഇപ്പം ഒരു മരത്തിൽ ആപ്പിൾ ഉണ്ടാവണു, ഒരു മരത്തിൽ ചക്ക ഉണ്ടാവണു, അല്ലേ? അപ്പം നമ്മൾ ഓരോ വ്യക്തികളും യൂണീക്കാണ്, ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ മക്കൾ, എന്തെല്ലാം ചെയ്തിട്ട് ഇവൻ 2 അക്ഷരം പഠിക്കുന്നില്ലല്ലോ, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞ് പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിനെ നമ്മൾ ഓറഞ്ച് എടുത്ത് കൈ പിടിച്ച് വെച്ചും നല്ല ഇറുക്കി പിഴിയുന്നു. ഇത്തിരി പോലും ഗ്രേപ്പ് ജ്യൂസ് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന പോലെയാ. ഓരോ വ്യക്തികളുടെ ഉള്ളിലുള്ള സത്ത് വ്യത്യസ്തമാണ്. ദൈവം ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഭൂമി അപ്പോഴാണ് മനോഹരമാകുന്നത്. എല്ലാവരും ഡോക്ടർമാരാകാൻ വേണ്ടിയിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആശുപത്രി ആര് പണിയും? ഒരു മേസ്ത്രി ഉണ്ടെങ്കിലല്ലേ ആശുപത്രി പണിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവം ഇവിടെ ഈ പങ്കുവെക്കൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കുറച്ചു പേർക്ക് അധികം കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരാളോട് ദേഷ്യം അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് അയാളെ ദരിദ്രനാക്കുക, അങ്ങനെയുള്ള ഐഡിയാസ് ചെകുത്താൻ സ്പ്രെഡ് ചെയ്യും. അതിൻ്റെ ഒന്നും പിന്നാലെ പോകരുത്. ദൈവത്തിൻ്റെ ഒരു പ്രകൃതി സംവിധാനമുണ്ട്, അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. ബുദ്ധി, കഴിവ് എല്ലാം ഇതുപോലെ തന്നെ. അപ്പോഴാണ് ഒരാൾക്ക് വേറൊരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ദൈവത്തിനെ തെറ്റിദ്ധരിക്കാതിരിക്കുക. ഓരോ ആൾക്കാരും ഓരോ ഇല്ലായ്മകൾ ദൈവത്തിനെ കുറിച്ച് പറയുമ്പോഴും എത്ര അധികം ദൈവം വിഷമിക്കുന്നുണ്ടാവും. ദൈവത്തിൻ്റെ മക്കളുടെക്ക് ദൈവം ഇങ്ങനെ സ്വാർത്ഥനാണെന്നോ അല്ലെങ്കിൽ പണക്കാരനെ സ്നേഹിക്കുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ദൈവത്തിനും പെയിൻഫുള്ളാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അത് പെയിൻഫുള്ളാണ്. അപ്പം അതിന് ചെവി കൊടുക്കാതിരിക്കുക. വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഗോഡ് ഹാസ് നോ റൈവൽസ് ആൻഡ് ഗോഡ് ഹാസ് നോ ഈക്വൽസ്. ദൈവത്തിന് ഈക്വലായിട്ട് ആരുമില്ല, ദൈവത്തിന് ശത്രുക്കളുമില്ല. ബിക്കോസ് ദൈവം ഈസ് ഓൾ പവർഫുൾ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഈ ടിപ്പർ ലോറി ഓടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിൽ ഒരു തവള ഇങ്ങനെ നെഞ്ചി വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ അതുപോലെയാണ് പിശാച് ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റാവന്. അല്ലാതെ ഒരിക്കലും ദൈവത്തിന് ഈക്വലാകാൻ സാധിക്കത്തില്ല, ദൈവത്തിൻ്റെ ശത്രുവാകാനും സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ശത്രുവാകുന്നത് ഒരേ ഒരു മെത്തേഡിലൂടെയാണ്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണല്ലോ. അപ്പം നമ്മളെ വഴിതെറ്റിക്കുക, നമ്മളെ പ്രലോഭിപ്പിക്കുക, നമ്മളെ തലതിരിപ്പിക്കുക, ഇത് മാത്രം അവന് ചെയ്യാൻ പറ്റും. അല്ലാതെ ദൈവത്തിൻ്റെ നേരെ നിൽക്കാനൊന്നും അവന് പറ്റുകയില്ല. അപ്പം ഇത് മനസ്സിലാക്കുക. അപ്പം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ദൈവത്തിൻ്റെ ഇത്രയും വലിയ ഹൃദയമായതുകൊണ്ടാണ്, നമ്മളോട് അത്ര സ്നേഹമുള്ളത് കൊണ്ടാണ് പിശാചിനെ ദൈവത്തിനെ വേദനിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം അതിന് നമ്മൾ കാരണക്കാരാകാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളോട് ചേർത്ത് പിടിക്കുന്ന ഏതവസ്ഥയിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ അപ്പനായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളുടെ ശത്രുവായ പിശാചിനെ പവർഫുള്ളായിട്ട് തന്നെ എതിർത്ത് നിൽക്കുക. നമുക്കതിനുള്ള അതോറിറ്റി ഉണ്ട്. ബിക്കോസ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതോറിറ്റി ഉണ്ട് അവനെ ചേർത്ത് നിൽക്കാനായിട്ടും അവനെ ഓട്ടിച്ച് കളയാനായിട്ടൊക്കെ. അതറിഞ്ഞാൽ മാത്രം മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം ഭംഗിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.